PR സുനിൽ കൂടി വിവരങ്ങളുമായി ചേരുകയാണ്. PR സുനിൽ, ഇവരെ എല്ലാവരെയും തന്നെ ഇപ്പോൾ നിയമിക്കണം എന്ന നിർബന്ധവുമില്ല എന്നിരിക്കെ അതിനനുസൃതമായ നിലപാട് എന്തിന് കോടതിയിൽ സ്വീകരിച്ചു എന്നുള്ള ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഇന്നലെ INL പ്രതിനിധികൾ മാധ്യമങ്ങളെ കാണുന്ന റിപ്പോർട്ടറിനോടാണ് ആദ്യ പ്രതികരണം ഉണ്ടാകുന്നത്. അതിനുശേഷം ഇന്ന് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ട് വിശദമായി വിവാദം സംബന്ധിച്ച് സംസാരിക്കുകയുമാണ്. അപ്പോഴാണ് ഇതിലെ രാഷ്ട്രീയ നയ നിലപാടുകളിലെ വ്യതിയാനം വളരെ വ്യക്തമായി തുറന്നു കാണിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. നേരത്തെ സുപ്രീം കോടതിയിൽ ഈ നിലപാട് സ്വീകരിച്ചതിന് ശേഷം ഹൈക്കോടതിയിൽ അങ്ങനെയാണെങ്കിൽ പിന്നെ അംഗീകരിച്ചാൽ മതിയായിരുന്നു. അന്ന് അങ്ങനെ ചെയ്യാതെ ഒരു രാഷ്ട്രീയ നിലപാട് എന്ന നിലയ്ക്ക് ന്യൂനപക്ഷങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചതിന് ശേഷം അതിനനുസരിച്ചാകട്ടെ, അല്ലെങ്കിൽ എന്നാൽ ഇനി അങ്ങനെ ആകട്ടെ എന്ന നിലപാട് എങ്ങനെ സ്വീകരിക്കും? മധു, വഖഫ് നിയമം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തിയപ്പോൾ അതിനോട് എങ്ങനെയാണ് ദേശീയ തലത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ പ്രതികരിച്ചത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി അറിയാം. നേരത്തെ ഈ വഖഫ് നിയമം പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുമ്പാകെ എത്തിയപ്പോൾ എല്ലാ ദിവസവും ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം ചേരുമ്പോഴൊക്കെ തന്നെ വലിയ ബഹളമായിരുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായിരുന്ന കല്യാൺ ബാനർജി ഒരു ഗ്ലാസ് കുപ്പിയെടുത്ത് ടേബിളിൽ ഉടച്ച കഥയൊക്കെ തന്നെ നമുക്കറിയാം. ആ രീതിയിൽ വലിയ പ്രകോപനമായിരുന്നു, വലിയ വാക്കൗട്ടുകളൊക്കെയായിരുന്നു അന്ന് ഈ വഖഫ് നിയമത്തിനെതിരെ നടത്തിയത്. പിന്നീട് പ്രതിപക്ഷത്തിന്റെ വലിയ എതിർപ്പുകൾ മറികടന്നുകൊണ്ടാണ് ഈ വഖഫ് നിയമം കേന്ദ്ര സർക്കാർ പാസാക്കിയത്. ബില്ല് പാസാക്കിയതിന് തൊട്ട് പിന്നാലെ തന്നെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ, പ്രത്യേകം പറയേണ്ടത് കോൺഗ്രസ്, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ സുപ്രീം കോടതിയെ സമീപിച്ച് ഒരു കാരണവശാലും ഈ നിയമം നടപ്പാക്കാനാകില്ല, വഖഫ് ബോർഡുകളിൽ മുസ്ലിം അല്ലാത്ത ആളുകളുടെ പ്രാതിനിധ്യം ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് വാദിച്ചതാണ്. പിന്നീട് കേരള സർക്കാരും അന്നത്തെ LDF സർക്കാരും ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചു. ആ കേസുകളെല്ലാം ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. കേസ് വിശദമായി വാദം കേൾക്കാൻ പോവുകയാണ്. അതാണ് ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും മുസ്ലിം ലീഗിന്റെയും ഇപ്പോൾ ദേശീയ തലത്തിൽ പ്രതിപക്ഷത്തുള്ള എല്ലാ പാർട്ടികളുടെയും നിലപാട്. അവിടെയാണ് കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ ഭേദഗതി പ്രകാരം വഖഫ് ബോർഡുകളിൽ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ ബോർഡ് രൂപീകരിക്കാനുള്ള തീരുമാനം നടപ്പാക്കാൻ പോകുന്നു എന്ന് ഇവിടുത്തെ സർക്കാർ, കോൺഗ്രസ് സർക്കാർ കേരള ഹൈക്കോടതിയെ അറിയിക്കുന്നത്. നോക്കൂ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നത് ദില്ലി സുപ്രീം കോടതിയിലുള്ള കേസിൽ ഇനി സംസ്ഥാന സർക്കാർ വഖഫ് ബോർഡ് കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്നത് പോലെ പുനഃസംഘടിപ്പിക്കാനാകില്ല, അത് ഭരണഘടനാ വിരുദ്ധമാണ്, ഭരണഘടനയുടെ 14-ാം അനുച്ഛേദം ഉൾപ്പെടെയുള്ളവയുടെ ലംഘനമാണ് എന്ന് വാദിക്കാനിരിക്കുമ്പോഴാണ് ആ നിലപാടിന് വിരുദ്ധമായൊരു നിലപാട് അതേ സർക്കാർ കേരള ഹൈക്കോടതിയിൽ സ്വീകരിക്കുന്നത്. ഇത് തീർച്ചയായും നിയമപരമായി സംസ്ഥാന സർക്കാരിന് ഏൽക്കുന്ന വലിയ തിരിച്ചടിയാകും. 2, ഇവിടെ രാഷ്ട്രീയ നിലപാടിൽ ഉണ്ടായിരിക്കുന്ന വലിയ വ്യതിയാനമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ എങ്ങനെയായിരിക്കും ഇനി VD സതീശൻ സർക്കാർ ന്യായീകരിക്കാൻ പോകുന്നത്, മറുപടി നൽകാൻ പോകുന്നത്? അതാണ് ലീഗ് ഇതിൽ എന്ത് നിലപാട് പറയുമെന്നുള്ളതാണ്. ഇന്നിപ്പോ PMA സലാം അത് വിശദീകരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് കോടതിയിൽ സർക്കാർ പറഞ്ഞ നിലപാടിൽ ലീഗ് എന്ത് മറുപടി പറയുമെന്നത് കൂടിയില്ലേ PR സുനിൽ? തീർച്ചയായും മുസ്ലിം ലീഗാണ് ഈ വിഷയത്തിൽ ആദ്യം സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. നമ്മൾ സുപ്രീം കോടതിയിലെ കേസ് ലിസ്റ്റ് പരിശോധിച്ചാൽ അറിയാം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ് കേസിന്റെ ടൈറ്റിൽ തന്നെ. അതായത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന 2025 വഖഫ് നിയമ ഭേദഗതി നടപ്പാക്കാനാകില്ല, അത് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആദ്യം സുപ്രീം കോടതിയെ സമീപിച്ചത് മുസ്ലിം ലീഗാണ്. ആ മുസ്ലിം ലീഗ് അംഗമായിട്ടുള്ള, ആ മുസ്ലിം ലീഗ് പിന്തുണയ്ക്കുന്ന കേരളത്തിലെ UDF സർക്കാർ, കേരളത്തിലെ കോൺഗ്രസ് സർക്കാർ, മുസ്ലിം ലീഗ് കൂടി പങ്കാളിത്തമുള്ള ഈ സർക്കാരിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന രീതിയിൽ മുസ്ലിം അല്ലാത്ത ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ള അംഗങ്ങൾ കൂടി ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു വഖഫ് ബോർഡ് നിലവിൽ വരാൻ പോകുന്നത്. അതിനെ എങ്ങനെ മുസ്ലിം ലീഗ് അംഗീകരിക്കുമെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതുപോലെ ഒരു അഫിഡവിറ്റ് ആരാണ് തയ്യാറാക്കിയത്? ഇതുപോലെ ഒരു അഫിഡവിറ്റ് ഏത് സാഹചര്യത്തിലാണ് കേരള ഹൈക്കോടതിയിലെത്തിയത്? രാഷ്ട്രീയമായി കോൺഗ്രസിന്റെ രാഷ്ട്രീയം അട്ടിമറിക്കുന്ന ഇതുപോലെ ഒരു അഫിഡവിറ്റ് കേരള ഹൈക്കോടതിയിൽ നൽകാൻ ആരാണ് ധൈര്യം കാട്ടിയത്? ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. മുസ്ലിം ലീഗ് ഈ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തിന് വിരുദ്ധമായ, കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിന് വിരുദ്ധമായ ഒരു അഫിഡവിറ്റ് എങ്ങനെ കേരള ഹൈക്കോടതിയിലെത്തി? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പ്രതിപക്ഷത്തിരുന്നപ്പോഴും രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്കെടുത്ത നിലപാടും ഒരു സർക്കാർ എന്ന നിലയ്ക്ക് കേരള സർക്കാർ എടുത്ത നിലപാടിനും ഘടകവിരുദ്ധമായ നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നു. അത് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കോടതിയിൽ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ട കാര്യമാണ്. സർക്കാർ പരാതിക്കാരന് അനുകൂലമായ നിലപാടെടുത്തതിന്റെ പേരിലാണ് വഖഫ് ബോർഡിന്റെ മുന്നോട്ടുള്ള നീക്കങ്ങളും നടപടികളും, അത് നയപരമായ തീരുമാനങ്ങളോ മൂലധന ചെലവുള്ള വിഷയങ്ങളോ അടക്കം ഇനി പാടില്ല, തൽക്കാലത്തേക്ക് പാടില്ല എന്ന രീതിയിൽ മരവിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കോടതി എത്തിയത്
സർക്കാരിന്റെ നിലപാട് കൂടി കേട്ടതിന് ശേഷമാണ് അത് മുൻ നിലപാടുകൾക്ക് ഘടകവിരുദ്ധമായിരുന്നു എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. സുപ്രീം കോടതിയിൽ സ്വീകരിച്ച നിലപാട് ഇതായിരുന്നില്ല.